നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയുടെ എക്കണോമിക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. പൊതുവെ RRB എക്സാംസിന്, RRBയുടെ മിക്കവാറും എല്ലാ എക്സാംസിനും, അത് NTPC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ഇനി അതല്ല RRB JE ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, ഏതായാലും എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവാണ്. അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എക്കണോമിക്സിൽ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. എക്കണോമിക്സിന് നമുക്ക് കറണ്ട് അഫെയറും ഉണ്ട്, അതുപോലെ കുറച്ച് സ്റ്റാറ്റിക് ടോപ്പിക്സും ഉണ്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. കറണ്ട് അഫെയർസ് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പൊ അടുത്തായിട്ട് കൂടി വരുന്ന കാണുന്നുണ്ട്. സ്റ്റാറ്റിക് എന്നുള്ള ചോദ്യങ്ങളാണ് കുറവ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിക് പരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു വരുന്ന എക്കണോമിക്സിന്റെ തിയറി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ തിയറി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ കുറവാണ്. തന്നെയല്ല, കറണ്ട് അഫെയർ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കറണ്ട് അഫെയർ റിവൈസ് ചെയ്യലാണ് എക്കണോമിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പരിപാടി. കാര്യം എന്താ? എക്കണോമിക്സിൽ പൊതുവേ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന കറണ്ട് അഫെയറിൽ നിന്നാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട്, ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള നോളജിനെ ഒന്ന് റിവൈസ് ചെയ്യാം. അതാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം. എക്കണോമിക്സിന് പൊതുവേ ചോദ്യങ്ങൾ കുറവാണ്, എന്നാലും ചോദ്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. RRB JE ബാക്കി ടെക്നിക്കൽ പരീക്ഷകൾ, JE ALP ടെക്നീഷ്യൻ പോലെയുള്ള ടെക്നിക്കൽ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ RRB ഗ്രൂപ്പ് ഡിക്ക് സ്റ്റാറ്റിക് ഭാഗത്തും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പൊതുവേ മാർക്ക് കുറവാണ്. ബാക്കി ജോഗ്രഫിയുടെയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെയോ അത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും, എന്നാലും ചോദ്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന, അത് എല്ലാ പരീക്ഷ SSC RRB PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് എക്കണോമിയിലെ പല സെക്ടറുകൾ. പൊതുവേ എക്കണോമിക്സിന്റെ തിയറി പഠിക്കുമ്പോൾ നമ്മൾ 3 സെക്ടേഴ്സ് ഓഫ് എക്കണോമി പഠിക്കുന്നുണ്ടാവും. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ടെറിഷറി. ഓക്കെ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. സോ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് ടെറിഷറി സെക്ടറിന്റെ എക്സാമ്പിൾ ഏത്? ഓക്കെ, അടുത്ത ചോദ്യം സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിൾ എന്ത്? ഓക്കെ, ഇനി ട്രഡീഷണലി ഇന്ത്യൻ എക്കണോമി ഈസ് ട്രഡീഷണൽ ആയിട്ട് പുരാതനമായിട്ട് അല്ലെങ്കിൽ ഇത്രയും നാള് പണ്ട് മുതലേ ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു? അത് അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ആയിരുന്നോ? അതല്ല സർവീസ് ബേസ്ഡ് എക്കണോമി ആയിരുന്നോ? അതല്ല ഒരു മാനുഫാക്ചറിങ് കൂടുതലുള്ള എക്കണോമി ആയിരുന്നോ? ഏത് തരം എക്കണോമിയുടെ സ്വഭാവം എന്താണ്? ഇന്ത്യൻ എക്കണോമിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ട്, അതായത് തുടക്കം മുതലേ എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമോ അല്ലെങ്കിൽ 1990കൾ മുതലേ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പൊതുവേ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു, അല്ലെങ്കിൽ എക്കണോമി ആയിരുന്നു നമ്മുടെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ അഗ്രികൾച്ചറിന് ഒരു മുൻതൂക്കം കൊടുത്തു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ എന്ത് ചെയ്തു? ഇൻഡസ്ട്രീസിനൊക്കെ ഒരു മുൻതൂക്കം കൊടുത്ത് അതിനൊരു എംപവർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പോയി. കാര്യം എന്താ? അപ്പോഴും അഗ്രികൾച്ചർ ആണ് മെയിൻ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിലേക്ക് ഒന്ന് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അത്ര കണ്ടങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, അത്ര കണ്ട് ഞങ്ങൾ പവർഫുള്ളി മുന്നോട്ട് പോയിട്ടില്ല, അത് വിജയകരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഇന്ത്യ നോക്കുകയാണെങ്കിൽ സർവീസ് സെക്ടറിലേക്കാണ് ചാടിയത്. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് പോയിട്ടാണ് പൊതുവേ സർവീസ് സെക്ടറിലേക്ക് വരാറ്. പക്ഷേ ഇന്ത്യൻ എക്കണോമി അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു. ട്രഡീഷണലി ഒരു അഗ്രികൾച്ചർ ഓറിയന്റഡ് സെക്ടർ ആയിരുന്നു. അവിടെ നിന്ന് ഒരു സർവീസ് ഓറിയന്റഡ് സെക്ടറായി മാറി. ഇപ്പൊ സർവീസ് സെക്ടർ ആണ് മെയിൻ. ഓക്കെ, അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടറിൽ നിന്ന് സർവീസ് സെക്ടറിലേക്ക് നമ്മൾ ചാടുകയാണ് ചെയ്തത്. ഓക്കെ, മാനുഫാക്ചർ സെക്ടർ ഇപ്പോഴും ഒരു ബാക്ക് സീറ്റ് എടുത്ത് നിൽക്കുകയാണ്, അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പല പ്രോഡക്ട്സും ചൈനയിൽ നിന്ന് വരുന്നതാണ്, അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ഗുഡ്സ് വളരെ കുറവാണ്. നിങ്ങൾ ടോയ്സ് ആയാലും ഫോൺ ആയാലും എന്ത് തരം സാധനങ്ങൾ എടുത്തു നോക്കിയാലും മിക്കവാറും മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ US അല്ലെങ്കിൽ ബാക്കി കൺട്രീസിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ പൊതുവേ കുറവാണ്. അതിനാണ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ചാലഞ്ച് ഒക്കെ കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കൂ. അതുകൊണ്ടാണ് ആപ്പിളിനോട് ഇന്ത്യ പറയുന്നത് എന്താ? ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനി തുടങ്ങിയാൽ, മാനുഫാക്ചർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ തരാം. അതുകൊണ്ടാണ് ടെസ്ലയോട് ഇന്ത്യ പറയുന്നത്, നിങ്ങൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യയിൽ കൊണ്ടുപോവാ, അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഞങ്ങൾ ടെസ്ല വിൽക്കാനുള്ള അനുമതി തരാം എന്ന് പറയാനുള്ള കാരണം ഇന്ത്യനെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ കഥയൊന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ എപ്പോഴും ഒരു അഗ്രികൾച്ചർ ഓറിയന്റഡ് സൊസൈറ്റി ആയിരുന്നു, ഇപ്പൊ സർവീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇനി പ്രൈമറി സെക്ടർ,
സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. 3 സെക്ടേഴ്സ് ഉള്ളത്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അതായത് നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, പ്രകൃതിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, പ്രകൃതിയുടെ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേച്ചറിന്റെ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് എന്ത്? പ്രൈമറി സെക്ടർ. അത് അഗ്രികൾച്ചർ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആവാം, അനിമൽസിനെ കൊണ്ട് ജീവിക്കുന്നതാവാം, പാലിന് വേണ്ടി, മുട്ടയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ എല്ലാ ധാന്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി ആവാം, അല്ലെങ്കിൽ മൈനിങ് ആവാം, ഫോറസ്ട്രി ആവാം. മൈനിങ് എല്ലാം എന്താ, നമ്മൾ നമ്മുടെ നേച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ ജോഗ്രഫീനെ, ഇന്ത്യയുടെ മൊത്തം ജിയോളജീനെ ഉപയോഗിക്കുകയാണ്, ഓരോന്നും മൈൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് ആ എക്കണോമി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മളൊരു അഗ്രേറിയൻ എക്കണോമി, പ്രൈമറി സെക്ടർ എക്കണോമി എന്ന് പറയും. ഈ നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ സംസ്കരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു പ്രോസസ് നടത്തുന്നു, പ്രോസസ്സിംഗ് നടത്തുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് മൈനിങ്ങിൽ നിന്ന് അയൺ കിട്ടി. ആ അയണ നമ്മൾ സ്റ്റീലാക്കി മാറ്റി, അല്ലെങ്കിൽ മറ്റ് ഫർണിച്ചറുകളാക്കി മാറ്റി. അപ്പോഴാണ് ഏത് സെക്ടർ വരുന്നത്? സെക്കൻഡറി സെക്ടർ വരുന്നത്. സോ നേച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സിനെ പ്രോസസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? സെക്കൻഡറി സെക്ടർ. ഇറ്റ് ഈസ് നോൺ ആസ് മാനുഫാക്ചറിംഗ് സെക്ടർ. ദിസ് സെക്ടർ ട്രാൻസ്ഫോംസ് വൺ ഗുഡ് ഇൻ ടു അനദർ ബൈ ക്രിയേറ്റിംഗ് മോർ യൂട്ടിലിറ്റി ഫ്രം ഇറ്റ്. അയൺ എന്ന് പറയുന്ന ഇരുമ്പിൽ നിന്ന് കുറച്ചുകൂടെ യൂട്ടിലിറ്റി ഉള്ള, തുരുമ്പെടുക്കാത്ത, കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള സ്റ്റീലാക്കി മാറ്റുന്നു. ആ സ്റ്റീലിനെ കുറച്ചുകൂടി യൂട്ടിലിറ്റി ഉള്ള ഫർണിച്ചർ ആക്കി മാറ്റുന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കസേര, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടികൾ, സാധനങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയതാ? എർത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ അത് ഖനനം ചെയ്തെടുക്കുമ്പോൾ അത് പ്രൈമറി സെക്ടറും പിന്നീട് അത് സെക്കൻഡറി സെക്ടറും ആവുന്നു. ഇനി അത് വിൽക്കാൻ നേരത്തോ ടെർഷ്യറി സെക്ടർ പ്രൊവൈഡ് സർവീസസ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. ഈ മൈനിങ് ചെയ്യുന്നിടത്ത് ബാങ്കിങ് സെറ്റപ്പ് ഉണ്ടാവും, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് സെറ്റപ്പ് ഉണ്ടാവും, അത് വിൽക്കാൻ വേണ്ടിയുള്ള കടകൾ ഉണ്ടാവും. സോ സർവീസ് ആയിട്ട് ഈ സാധനങ്ങൾ ഇടപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല, ഒന്നും ഖനനം ചെയ്തെടുക്കുന്നില്ല, ഒരു പണി അവിടെ നടക്കുന്നില്ല. പക്ഷെ എന്താ? ഇടപാടുകൾ നടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്, സർവീസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് പോലെ, നമ്മുടെ ഹെൽത്ത് കെയർ പോലെ, നമ്മുടെ എഡ്യൂക്കേഷൻ പോലെ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ ഇല്ല. നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മൾ സ്കൂളിൽ പോവാണ്, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. വിസിബിൾ ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് എന്താ? യൂട്ടിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഗുണമുണ്ട്. ബാങ്കിങ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രേഡ്, ഹെൽത്ത്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം സർവീസ് സെക്ടറിൽ പെട്ടതാണ്. സോ 3 സെക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്, സെക്കൻഡറി സെക്ടർ മാനുഫാക്ചറിംഗ് ആണ്, ടെറിഷറി സെക്ടർ സർവീസ് സെക്ടർ ആണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എവിടെ? ദി സെക്ടേഴ്സ് പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സെക്കൻഡറിക്കും ടെറിഷറിക്കുള്ള റോ മെറ്റീരിയൽസ്, അതായത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ്. നേച്ചറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് നേച്ചറിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എവിടെ? സെക്കൻഡറിക്കും ടെറിഷറിക്കും വിൽക്കാൻ വേണ്ടിയിട്ടും പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാനുഫാക്ചറിന് വേണ്ടി കൊടുക്കുന്ന ആളാണ് പ്രൈമറി സെക്ടർ. ഓക്കെ അല്ലേ? സോ അഗ്രികൾച്ചറും ഫോറസ്ട്രിയും മൈനിങ് ആണ് പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ. കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, സ്മോൾ സെക്ടർ കമ്പനികൾ, ബാക്കി ഫേംസ്, ഇതെല്ലാമാണ് മാനുഫാക്ചറിങ് കമ്പനികളുടെ എക്സാമ്പിൾ. അടുത്ത ബാങ്കിങ്ങും ഇൻഷുറൻസും ട്രേഡും ഹെൽത്തും കമ്മ്യൂണിക്കേഷനുമാണ് ടെറിഷറി സെക്ടറിന്റെ എക്സാമ്പിൾ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, മുന്നോട്ട് പോയാൽ അഗ്രികൾച്ചർ, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് നോക്കുക. അഗ്രികൾച്ചറിൽ ഏകദേശം 40% പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ GDP, നമ്മുടെ വരുമാനം, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വരുമാനം എത്രയുള്ളൂ? 20% അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ 40 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ ഇപ്പോഴും എന്താണ്? ഒരു അഗ്രേറിയൻ സൊസൈറ്റിയാണ്. പക്ഷേ ഇന്ത്യൻ GDP നോക്കുക, സർവീസ് സെക്ടറിൽ 50%. ഇന്ത്യയുടെ മൊത്തം വരുമാനം വച്ച് നോക്കുമ്പോൾ അതിന്റെ 50% വരുന്നത് എവിടെ നിന്നാണ്? സർവീസ് സെക്ടറിൽ നിന്നാണ്. എന്നാൽ 1947 മുന്നേ ഏകദേശം 50% വന്നുകൊണ്ടിരുന്നത് എവിടെ നിന്നായിരുന്നു? അഗ്രികൾച്ചറിൽ നിന്നായിരുന്നു. സോ ട്രഡീഷണലി നമ്മളൊരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു എന്താണ്? സർവീസ് ബേസ്ഡ് എക്കണോമിയാണ്. അതായത് മുൻതൂക്കം സർവീസിനാണ് ഇപ്പോൾ. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 43% ആൾക്കാർ ജോലി ചെയ്യുന്ന അഗ്രികൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 20% വരവേ ഉള്ളൂ. 30% ആൾക്കാർ ജോലി ചെയ്യുന്ന സർവീസ് സെക്ടറിൽ നിന്ന് 50%-ന് മുകളിൽ വരവുണ്ട്. 25% ആൾക്കാർ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് 25% വരവുണ്ട്. ഇതൊക്കെ ഒരു ഏറെക്കുറെ തുകയായിട്ട് ഓർത്തു വെച്ചാൽ മതി, കറക്റ്റ് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ GDP കിട്ടുന്നത് സർവീസിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആള് മാനുഫാക്ചറിംഗ് ആണ്, മൂന്നാമത്തെ ആളാണ് അഗ്രികൾച്ചർ. ആ സമയത്ത് ആൾക്കാർ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്. രണ്ടാമത്തേതാണ് സർവീസ്, മൂന്നാമത്തെയാണ്
മാനുഫാക്ചർ. ഈ ഒരു ഓർഡറാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അല്ലാണ്ട് ഈ ഒരു നമ്പർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. In reference to Indian economy, which of the following is in tertiary sector? ഏതാണ് ടെറിഷറി സെക്ടർ? ഇൻഡസ്ട്രി ഏത് സെക്ടർ ആണ്? ഇൻഡസ്ട്രി സെക്കൻഡറി സെക്ടർ ആണ്. ഇനി ഹൽമൻ ഹസ്ബൻഡ് എത്രാം സെക്ടർ ആണ്? അതൊരു പ്രൈമറി സെക്ടർ ആണ്. അഗ്രികൾച്ചറോ? അതും പ്രൈമറി സെക്ടർ ആണ്. ടെറിഷറി സെക്ടർ ആര് മാത്രമേ ഉള്ളൂ? ഹെൽത്ത് മാത്രമേ ഉള്ളൂ. സോ ഹെൽത്ത് ഒരു ടെറിഷറി സെക്ടർ ആണ്. അടുത്തത്, ഇൻ റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സെക്കൻഡറി സെക്ടർ? സെക്കൻഡറി സെക്ടർ, ഹെൽത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെറിഷറി സെക്ടർ ആണ്. ഇൻഡസ്ട്രി സെക്കൻഡറി സെക്ടർ ആണ്. ബാങ്കിങ് ടെറിഷറി സെക്ടർ ആണ്. അഗ്രികൾച്ചർ പ്രൈമറി സെക്ടർ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഇൻഡസ്ട്രി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? മുന്നോട്ട് പോവാം. ട്രഡീഷണലി ദ ബേസ് ഓഫ് ഇന്ത്യൻ എക്കണോമി വാസ് ഏതാണ്? അഗ്രികൾച്ചർ എക്കണോമി ആയിരുന്നു ട്രഡീഷണലി ഇന്ത്യൻ എക്കണോമി. ഇപ്പോ ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ വരവ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് 50% ഇന്ത്യയുടെ വരുമാനം വരുന്നത് സർവീസിൽ നിന്നാണ്. സർവീസ്, നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടി UST പോലുള്ള കമ്പനികൾ വരുന്നുണ്ട്, ബാക്കിയുള്ള കമ്പനികൾക്ക് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ബാങ്കിങ് ഇന്ത്യയിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, ഇന്ത്യയിലെ ഹെൽത്ത് സെക്ടർ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇവിടെ എല്ലാം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് കാൽക്കുലേറ്റ്സ് GDP ഇൻ ഇന്ത്യ? ആരാണ് ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിനാൻസ് മിനിസ്ട്രി ആണോ? എക്കണോമിക് അഫയേഴ്സ് ആണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണോ? ആരാണെന്നാണ് ചോദ്യം. ഓക്കെ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ആണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അടിയിലുള്ള NSO ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സാറേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ, NSO എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനകത്ത് കുത്തും? അവിടെയാണ് ഇവിടെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. 2019 മുന്നേ നടത്തിയ പരീക്ഷയാണ്, 2018 നടത്തിയ പരീക്ഷയാണ്. 2019 NSO രൂപീകരിക്കുന്നത്. അതിനു മുന്നേ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു GDP കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് GDP കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO പ്ലസ് NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, ഇവർ രണ്ടുപേരെയും മെർജ് ചെയ്തിട്ട് പുതിയ ഒരു ആളെ ഉണ്ടാക്കിയതാണ് 2019. അതാണ് NSO. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഴയ കഥയൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? അവരാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ GDP എന്നാ പറയാറ്. പക്ഷേ ഒരുപാട് GDP-യിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. GDP ഉണ്ട്, GNP ഉണ്ട്, NNP ഉണ്ട്, NDP ഉണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധമുള്ളത് ആർക്കാ? അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ നാഷണൽ ഇൻകം കണക്കൂട്ട് നമ്മൾ ഇതിൽ ഏത് കണക്ക് വെച്ചിട്ടാണ് എന്ന് ചോദ്യം വരാം. ആ ചോദ്യത്തിന് ഉത്തരമാണ് NNP മാർക്കറ്റ് പ്രൈസ്. NNP മാർക്കറ്റ് പ്രൈസ്, NNP MP എന്ന് പറയും. ക്ലാസ് കണ്ടവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. NNP NP എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്ത്യയിലെ നാഷണൽ ഇൻകം. GDP എന്ന് പറയാൻ പറ്റില്ല, നാഷണൽ ഇൻകം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ പറയാണ് CSO ആയിരുന്നു 2019 വരെ, പക്ഷെ ഇപ്പോ NSO ആണ് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നാഷണൽ ഇൻകം ആയിട്ട് ഇപ്പൊ കരുതുന്നത് ഏതാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. സോ NSO ഓർത്തു വയ്ക്കുക, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ CSO ആണ് ഇവിടുത്തെ ഉത്തരം. ഇപ്പോഴ ഈ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ആൻസർ NSO ആണ്. ഓക്കെ, അടുത്തത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഏത് ഇയറിലാണ് വന്നത്? നമ്മൾ 5 ഇയർ പ്ലാനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. 1990 ഇന്ത്യയിൽ ഒരു ക്രൈസിസ് വരുന്നു. ഇന്ത്യയിൽ ഒരു BOP ക്രൈസിസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്, ഇന്ത്യ പുറത്തേക്ക് കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യ ഇങ്ങോട്ട് വരുത്താൻ തുടങ്ങി. ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടിനേക്കാൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലായി. ഇന്ത്യയുടെ വരുമാനം ചുരുങ്ങിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, മറ്റു രാജ്യങ്ങൾക്ക് കൂടുതൽ കടങ്ങൾ കൊടുക്കേണ്ട അവസ്ഥ, കടങ്ങൾ ഒരുപാട് ഇന്ത്യക്ക് ആയി തുടങ്ങിയിരുന്നു. ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതെ ആയിപ്പോയി. ആ സമയത്താണ് ഗൾഫ് വാർ നടക്കുന്നത്. ആ സമയത്ത് നല്ല ഇൻഫ്ലേഷനും വരുന്നു. അതുകൊണ്ട് 1990 നമുക്കൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, അതായത് ഇന്ത്യയിൽ പൊതുവെ ഡോളർ കാര്യമായിട്ട് ഇന്ത്യയുടെ കയ്യിലില്ല, ഒരുപാട് കടവും വരുന്നൊരു അവസ്ഥ വരുന്നു. ആ സമയത്താണ് ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന 3
വാക്കുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റാവു, ആ സമയത്ത് നരസിംഹറാവു ആയിരുന്നു ആര്? നരസിംഹറാവു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് ഇപ്പൊ അടുത്ത് മരണപ്പെട്ട മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. സോ റാവു മൻമോഹൻ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നു. ആ മോഡൽ എന്ത് ചെയ്യുന്നു? ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, LPG റിഫോംസ് കൊണ്ടുവരുന്നു. ആ LPG റിഫോംസിന്റെ ഭാഗമായിട്ട് 1991 LPG റിഫോംസ് വരുന്നത്. സോ എക്കണോമിക് ക്രൈസിസ് 1991 വരാണ്. എന്താണ്? ലോ ഫോറിൻ എക്സ്ചേഞ്ച്. 2 വീക്കിനുള്ള ഇമ്പോർട്ടിനുള്ള പൈസ പോലും നമ്മുടെ ഇല്ലാത്ത അവസ്ഥ വരുന്നു. 2 ആഴ്ചക്കുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നു. സോ ഫോറക്സ്, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഇന്ത്യയുടെ കയ്യിലുള്ള ഡോളറിന്റെ അളവൊക്കെ വല്ലാതെ കുറഞ്ഞു പോകുന്നു. ഡ്യൂ ടു ഓയിൽ പ്രൈസസ് കൂടി, ഗൾഫ് വാർ വന്നതുകൊണ്ട് ഓയിലിന്റെ വിലയും കൂടുന്നു, ഓയിൽ പ്രൈസും ഹൈക്ക് ചെയ്യുന്നു. പിന്നെ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഹ്യൂജ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ കടം വല്ലാതെ കൂടിപ്പോയി, ഇൻഫ്ലേഷനും കൂടിപ്പോയി. ഇങ്ങനെ ഇന്ത്യ മൊത്തത്തിൽ 1990 ഒരു വലിയ ക്രൈസിസിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LPG റിഫോംസ് കൊണ്ടുവരുന്നത്. എന്താണ് LPG? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഗവൺമെന്റ് കൺട്രോൾസ് ആൻഡ് ഓപ്പണിംഗ് എക്കണോമി ഫോർ പ്രൈവറ്റ് ബിസിനസ്. അതായത് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കൺട്രോൾ. നിങ്ങൾ ചുവപ്പ് നാടാന്ന് കേട്ടോ? ചുവപ്പ് നാട, അതായത് ഗവൺമെന്റിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ലൈസൻസിന് വേണ്ടി പോവാണെങ്കിൽ, എന്തെങ്കിലും ഒരു പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ ഒരുപാട് ടൈം എടുത്തിരുന്നു. ഒരുപാട് ടൈമും തന്നെയല്ല, പകുതി മുക്കാലും പ്രൈവറ്റ് ആൾക്കാർ അവർ സമ്മതിക്കുന്നുണ്ടാവില്ല. സോ ഒരു ലൈസൻസ് എടുക്കണം, ഒരു കോൺട്രാക്ട് എടുക്കണം, എന്തെടുക്കണം എന്നുണ്ടെങ്കിലും ലൈസൻസ് രാജ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായി. ലൈസൻസ് കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് കറപ്ഷനും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ആ സമയത്താണ് ലിബറലൈസേഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഗവൺമെന്റ് കൺട്രോൾ അത്യാവശ്യം കുറയ്ക്കുന്നു. ഓപ്പണിംഗ് ദ എക്കണോമി ടു പ്രൈവറ്റ് ബിസിനസ്സുകൾക്ക് കുറച്ചും കൂടെ എക്കണോമി തുറന്നു കൊടുക്കുന്നു ലിബറലൈസേഷൻ. അടുത്ത പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിൽ കുറച്ച് കമ്പനികൾ ഉണ്ടായല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ LIC ഒക്കെ ഉള്ള പോലെ. ഓക്കെ, ഇപ്പൊ LICയും ബാക്കി കുറെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, PSUs, SBI ബാങ്ക് ഒക്കെ ഇല്ല ഇപ്പൊ ഗവൺമെന്റിൽ ഇല്ലേ? അതുള്ളത് പോലെ അന്ന് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായ കുറെ കമ്പനികൾ പ്രൈവറ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നു. അതായത് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നു, പ്രൈവറ്റ് ആൾക്കാർക്ക് ഗവൺമെന്റ് പ്രോപ്പർട്ടി വിൽക്കുന്നു. അതായത് ഗവൺമെന്റ് കമ്പനികള് പ്രൈവറ്റ് കമ്പനികളായി മാറി. ആണ് പ്രൈവറ്റൈസേഷൻ. അടുത്ത ഗ്ലോബലൈസേഷൻ എന്താണ്? ലോകത്തിനെ മൊത്തം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഫോർ എക്സാമ്പിൾ ലുലു മാളില് എന്തെല്ലാം ഉണ്ട്? അമേരിക്കയിലുള്ള സാധനങ്ങൾ ലുലു മാളിലുണ്ട്, ഗൾഫ് ഐറ്റംസ് ഉണ്ട്, കൊറിയൻ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ എല്ലാ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലെ ഐറ്റംസ് ഒരു സ്ഥലത്തെത്തി. അതിനു മുന്നേ 1990 മുന്നേ ഇന്ത്യയിൽ അങ്ങനെ എല്ലാ രാജ്യത്തിലെയും സാധനങ്ങളൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനൊന്നും ഉണ്ടായില്ല. അതിന് ഒരുപാട് ടാക്സും ഒരുപാട് പൈസയും ഭയങ്കര എക്സ്പെൻസീവും ആയിരുന്നു ആ സമയത്ത്. അതെന്ത് ചെയ്ത് കുറച്ചു? കണക്ടിങ് ഇന്ത്യാസ് എക്കണോമി, ഇന്ത്യയുടെ മാർക്കറ്റ് ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ടെക്നോളജിയും വഴി മറ്റ് വേൾഡ് മാർക്കറ്റുകളുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ മിക്സ് ചെയ്യുന്നു. അതായത് അമേരിക്കയിലെ സാധനങ്ങൾ, അങ്ങനെയാണ് കൊക്കക്കോള വരുന്നത്, അങ്ങനെയാണ് വേറെ കുറെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, സോ മൾട്ടിനാഷണൽ കമ്പനീസ് വരണമെങ്കിൽ ഇവിടെ ആ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇന്ത്യ സമ്മതിക്കണം. അങ്ങനെ ഇന്ത്യ രാജ്യം സമ്മതിക്കാൻ തുടങ്ങി. സോ അങ്ങനെ നമ്മള് ഗവൺമെന്റ് കൺട്രോൾ കുറച്ചു, ഗവൺമെന്റ് കമ്പനികൾ കുറെ പ്രൈവറ്റ് ഓണർഷിപ്പിന് തിരിച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിനെ മൊത്തം വേൾഡുമായിട്ട് കണക്ട് ചെയ്തു. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്തതിനാണ് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, LPG റിഫോംസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളെ സഹായിച്ച ആളാണ് IMF, ഇന്ത്യൻ മോണിറ്ററി ഫണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF-ഉം വേൾഡ് ബാങ്ക് നമ്മൾ സഹായിച്ചത്. അതിൽ IMF ആണ് നമ്മൾ 1990 കാര്യമായിട്ട് സഹായിച്ചത്. ഓക്കെ, സോ GDP ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CSO ആണ് നമ്മൾ പറഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഏത് കൊല്ലം വന്നത്? 1991 വന്നെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 100 രൂപ നോട്ട് വാസ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 100 രൂപ നോട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഈ സിംബല് 2010 ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് ഡിസൈൻ ചെയ്ത ആളുടെ പേരാണ് ഉദയകുമാർ. 2010 അഡോപ്റ്റ് ചെയ്തു. ഡിസൈൻ ചെയ്ത ആളുടെ പേര് ഉദയകുമാർ. IIT ബോംബെയിലെ ഡിസൈനർ ആണ്. IIT ബോംബെയിലുള്ള ഒരു ഡിസൈനർ ആണ്. ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടാണ് ഇത് തെരഞ്ഞെടുത്തത്. ഓക്കെ, ദേവനാഗിരി സ്ക്രിപ്റ്റിലുള്ള, അതായത് ഹിന്ദി, ഉറുദു, സാൻസ്ക്രിറ്റ്, ഇതെല്ലാം എഴുതുന്ന സ്ക്രിപ്റ്റ് ആണ് ദേവനാഗരി സ്ക്രിപ്റ്റ്. അതിലെ രായും റോമൻ ലെറ്ററിലെ ആറും, അത് റുപ്പിയുടെ ആറും അതിലെ രൂപ എന്ന് എഴുതുന്ന രായും, ഇത് രണ്ടും കൂട്ടി കിഴിച്ചാണ് എന്ത് ചെയ്തത്? അതുപോലെ ഒരു 2 പാരലൽ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഇട്ടു. അതായത് രാ ഇട്ടു, അത് 6 പോലെ ഇരിപ്പുണ്ട്. 2 പാരലൽ സ്ട്രൈപ്സ് ഇട്ടു. അത് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ടു സൈനെയാണ് അത്
സൂചിപ്പിക്കുന്നത്. അതായത് ഈ രൂപയുടെ മൂല്യം, എക്കണോമിക് സ്റ്റെബിലിറ്റി കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ചിഹ്നം. സോ ഈ പീരീഡിൽ നിങ്ങൾ ഓർക്കേണ്ട എന്താ? ഉദയകുമാർ ഓർക്കുക, ജൂലൈ 15, 2010 ഓർക്കുക, ഇന്ത്യൻ ഫ്ലാഗ് ആണ് ഈ 2 വരാന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഈക്വൽ ടു സൈൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇഷ്യൂയിങ് അതോറിറ്റി ഓഫ് ഫിയറ്റ് മണി, ഇന്ത്യയിലെ മണി ഇഷ്യൂ ചെയ്യുന്ന ആരാ? പൈസ ഇഷ്യൂ ചെയ്യുന്ന ആരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ കോയിനേജ് ആക്ട് ഓൾ കോയിൻസ് ആൻഡ് 1 rupee നോട്ട്, എല്ലാ കോയിനും അടിച്ചിറക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, RBI ആക്ട് 1934 empowers RBI ടു ഇഷ്യൂ റിമൈനിങ് ബാങ്ക് നോട്ട്. ഈ 1 രൂപയുടെ ബാങ്ക് നോട്ട് അല്ലാതെ ബാക്കി എല്ലാ ബാങ്ക് നോട്ടും ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? RBI ആണ്. ഇന്ത്യ ഹാസ് 4 കറൻസി നോട്ട് പ്രിന്റിംഗ് പ്രസ്സസ്. ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സുകൾ 4 എണ്ണാണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് നാസിക്കിലുള്ളത്, അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾസ് 2 of them. സെൻട്രൽ ഗവൺമെന്റ് 2 കൺട്രോൾ ചെയ്യേണ്ടത്, ഒന്ന് നാസിക്കിലുള്ളത്, മഹാരാഷ്ട്ര നാസിക്കിലുള്ളത്, അടുത്തത് ദേവാസ് മധ്യപ്രദേശിലുള്ളത്. നിങ്ങൾ മറ്റേ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ നരസിംഹത്തില് മമ്മൂട്ടി പറയുന്നുണ്ട്, എന്താണ്? നാസിക്കിലുള്ള കമ്മട്ടിട്ട് തൂക്കിയാലും, നാസിക്കിലെ കമ്മട്ടം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അടിക്കുന്ന മെഷീൻ. സോ അങ്ങനെ പൈസ അടയ്ക്കുന്ന മെഷീനായിട്ടുള്ള നാസിക്, പിന്നെ ദേവാസ്, 2 കമ്മട്ടങ്ങളാണ് ഗവൺമെന്റിന്റെ കീഴിലുള്ളത്. നാസിക്കിലുള്ള കമ്മട്ടം ഇട്ട് തൂക്കിയാൽ പോലും മാരാറിരിക്കുന്ന തൊട്ട് താണെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നില്ലേ, ആ നാസിക്കാണ് ഈ നാസിക്. നാസിക്കിലും ദേവാസിലുമാണ് 2 എന്നുള്ളത് പൈസ എണ്ണുന്ന പൈസ ഉണ്ടാക്കുന്ന മെഷീൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസ്സസ് ഉള്ളത്. ഓക്കെ, ഇനി RBIയുടെ സബ്സിഡറി ആയിട്ടുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളത് എവിടെയാണ്? മൈസൂരിലും സൽബോണിയിലുമാണ്. സോ നാസിക് ഓർത്തു വയ്ക്കുക, ചോദിക്കാം. ദേവാസ്, ഇത് രണ്ടും RBIയുടെ നേരെ കീഴിലാണ്. അതല്ലാതെ മൈസൂരിലും സൽബോണിയിലും ഇടയിലുള്ളത് RBIയുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഭാരതീയ റിസർവ് ബാങ്ക് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണുള്ളത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഇനി 1 രൂപ നോട്ടിലേക്ക് നോക്കിയാൽ അറിയാം, ഫിനാൻസ് സെക്രട്ടറി ആണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുക. ഓക്കെ, അടുത്തത് 10 രൂപ നോട്ടില്, 10 രൂപ നോട്ടിന്റെ പുറകിലുള്ള ഇമേജ് എന്തിന്റെ ഇമേജ് ആണ്? കൊണാർക്ക് സൺ ടെമ്പിളിന്റെ ഇമേജ് ആണ്. 20 രൂപ നോട്ടിന്റെ കീഴില് എല്ലോറ കേവിന്റെ ഇതുണ്ടോ, എല്ലോറ കേവിന്റെ ചിഹ്നമാണ്. ഇവിടെ കൊണാർക്ക് സൺ ടെമ്പിളിന്റെ ഇമേജ് ആണ്. 50 രൂപ നോട്ടിൽ സ്റ്റോൺ ചാരിയറ്റ് ഓഫ് ഹംപി ആണ്. 100 രൂപ നോട്ടിൽ റാണി കി വാവാണ്. 200 സാഞ്ചി സ്തൂപയും, 500 റെഡ് ഫോർട്ട്, 2000 മംഗൾയാനാണ്. 2000 ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ തൽക്കാലം 2000 തിരിച്ചു വലിച്ചേക്കാണ്. ഇപ്പൊ 2000 നോട്ട് അങ്ങനെ കാണാനില്ല. സോ 2000 ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കൊണാർക്ക് ടെമ്പിൾസ്, കൊണാർക്ക് സൺ ടെമ്പിൾ ആണ് 10 രൂപ നോട്ടില്. 20 രൂപ നോട്ടില് എല്ലോറ കേബിൾ, 50 രൂപ നോട്ടില് ഹംപി ആണ്. 50 രൂപയില് ഹംപി, 50 ഹംപി ഓർത്തു വയ്ക്കുക. 100 രൂപ നോട്ടില് വന്നിട്ട് റാണി കി വാവാണ്. 100-ല് റാണി കി വാവ്. ഓക്കെ, 200-ല് സാഞ്ചി സ്തൂപയും, 500-ല് റെഡ് ഫോർട്ടും, 2000-ല് മംഗൾയാനുമാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പഴയ 5 രൂപയില് ട്രാക്ടർ ആയിരുന്നു, സൺ ടെമ്പിള്, എല്ലോറ, ഹംപി, റാണി കി വാവ്, സാഞ്ചി സ്തൂപ, റെഡ് ഫോർട്ട്, മംഗൾയാൻ. സോ 100 rupees നോട്ടിൽ ഏതാ വരേണ്ടത്? 100 rupees നോട്ടില് റാണി കി വാവ് ഉണ്ട്. ഓക്കെ, the characteristics of 100 rupees note issued by RBI. The color of the note is brown. Brown കളറിലുള്ളത് ഏതാണ്? ബ്രൗൺ കളറുള്ളത് 10 rupee നോട്ടാണ്. 10 rupee നോട്ടാണ് ബ്രൗൺ കളറിൽ. യെല്ലോ കളർ ആണെങ്കിൽ 200 rupee നോട്ട് ഉണ്ടായി. ഇനി the price square 100 is not written in ദേവനാഗരി സ്ക്രിപ്റ്റ്. കണ്ടോ, 100-ന്റെ ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടില്ലേ? ഇതാ എഴുതിയിട്ടുണ്ട്. ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതിയേക്കുന്നതാ രൂപ. സോ എഴുതിയിട്ടുണ്ട്, അതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി there is not a signature of RBI ഗവർണർ. 1 രൂപ നോട്ടിൽ ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടിലും RBI ഗവർണർ സിഗ്നേച്ചർ ഉണ്ടാവും. ഇതിന്റെ തൊട്ടപ്പുറ സൈഡിലാണ്, കാണാൻ പറ്റില്ല. 1 രൂപ നോട്ടില് പകരം ഫിനാൻസ് സെക്രട്ടറിയുടെ സിഗ്നേച്ചർ ഉണ്ടാവുന്ന ബാക്കി എല്ലാത്തിലും RBI ഗവർണർ സിഗ്നേച്ചർ ആണ് ഉള്ളത്. ഓക്കെ, സോ റാണി കി വാവാണ് എന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. സോ ഈ പറയുന്ന ടേബിൾ ഒന്ന് പഠിച്ചു വയ്ക്കുക, ചോദ്യം ചോദിക്കാം. അടുത്തത്, in relation to the theme in the currency according to new policy, 200 രൂപ നോട്ടില് എന്താണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്? സാഞ്ചി സ്തൂപയാണോ, താജ്മഹൽ ആണോ, ആഗ്രയാണോ, റെഡ് ഫോർട്ട് ആണോ? നമുക്കറിയാം ആഗ്രയും താജ്മഹലും ഒരു നോട്ടിൽ പോലും ഇല്ല. പിന്നെ വരാൻ പോകുന്നത് സാഞ്ചി സ്തൂപയും അതുപോലെ തന്നെ റെഡ് ഫോർട്ടുമാണ്. കണ്ടോ, 200-ല് സാഞ്ചി സ്തൂപയാണ്. ഓക്കെ, റെഡ് ഫോർട്ട് 500-ലാണ്. റെഡ് ഫോർട്ട് 500 രൂപ നോട്ടിലാണ് റെഡ് ഫോർട്ട്. സാഞ്ചി സ്തൂപ 200 രൂപ നോട്ടിൽ.
സോ ഇതിന്റെ ആൻസർ സാഞ്ചി സ്തൂപയാണ്. ഓക്കെ, ഈ രണ്ടെണ്ണെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. കാര്യം താജ്മഹലും അതുപോലെ തന്നെ ആഗ്ര ഫോർട്ടും ഒരു നോട്ടിൽ പോലും ഇല്ല എന്ന് അറിയാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ നോട്ട് സാഞ്ചി സ്തൂപ? വീണ്ടും ചോദിച്ചു, എത്രയാ? 200 രൂപ നോട്ടിലാണ്. ഓക്കെ, 50 രൂപ നോട്ടിൽ ഏതാണ്? ഹംപിയാണ്. 500 രൂപ നോട്ടിൽ ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞോളൂ, റെഡ് ഫോർട്ട് ആണ്. 2000 രൂപ നോട്ടിൽ ഏതാണ്? മംഗൾയാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, RBI വാസ് നാഷണലൈസ്ഡ് ഇൻ? RBIനെ പറ്റിയുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ചീഫ് ബാങ്കർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? നമുക്ക് RBIയുടെ ഫംഗ്ഷൻസ് നോക്കാം. ബാങ്കേഴ്സ് ബാങ്ക്, എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ്. ബാങ്കുകൾക്ക് ഒരു ബാങ്ക് വേണ്ടേ? അതാണ് RBI. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ്, ഈ ഇന്ത്യയിൽ രൂപയുമായിട്ട് ബന്ധപ്പെട്ട പൈസയുമായിട്ട് UPI ട്രാൻസാക്ഷൻ, അതല്ലാതെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം കൊടുക്കുന്നത് ഈ ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ് എല്ലാം RBIയുടെ ആണ്. ഇഷ്യൂർ ഓഫ് കറൻസി, കറൻസി ഇഷ്യൂ ചെയ്യുന്ന RBI ആണ്. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലോണിന്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ഈ പറയുന്ന പോലെ UPIയുടെ കാര്യങ്ങളാണെങ്കിലും, അതല്ലാതെ RTGS എന്നൊക്കെ പറഞ്ഞ കുറെ സെറ്റപ്പുകൾ ഉണ്ട് പൈസ അടയ്ക്കാനുള്ളത്, IMPS, RTGS എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നോക്കുന്നത് RBI ആണ്. മോണിറ്ററി അതോറിറ്റി, ഇന്ത്യയിലെ രൂപയും മണിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും അതോറിറ്റി RBI ആണ്. ഫൈനാൻഷ്യൽ സിസ്റ്റം, അതായത് ഇന്ത്യയിൽ പൈസ ഇപ്പോൾ നമ്മുടെ എക്കണോമിയിൽ പൈസ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കണോ, അത് കൂട്ടണോ, അത് എന്ത് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നത്, ബാങ്കുകളെ പിടിച്ചു നിർത്തുന്നത്, ബാങ്കുകളെ ഒരു കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തുന്നത് RBI ആണ്. ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്ന RBI ആണ്. ബാങ്കർ, ഗവൺമെന്റിന്റെ ബാങ്കർ RBI ആണ്. ഫേക്ക് കറൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അതോറിറ്റിയും RBI ആണ്. സോ RBIയുടെ ഫംഗ്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കും. ഇനി the Reserve Bank of India was established in April 1, 1935 with the provisions of RBI Act of 1934. 1947 സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിലും 1934 ആക്ട് വെച്ചിട്ട് 35 RBI ഉണ്ടായിട്ടുണ്ടായി. ഏപ്രിൽ ഫൂളിന്റെ ഒരു ദിവസമായിരുന്നു, ഓർത്തു വയ്ക്കുക. ഓക്കെ, സെൻട്രൽ ഓഫീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ഇൻ കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. കൊൽക്കത്തയിൽ നിന്ന് പിന്നെ മുംബൈയിലേക്ക് മാറ്റിയത് 1937 ഓക്കെ, സോ 1935 RBI എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കുന്നു. 1937 കൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് സ്ഥാനം മാറ്റുന്നു. 1941 പൂർണ്ണമായിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലേക്ക് എന്തിനെ കൊണ്ടുവരുന്നു? RBIയുടെ കീഴിലേക്ക് RBIനെ കൊണ്ടുവരുന്നു. ഓക്കെ, ഫസ്റ്റ് ഗവർണറുടെ പേര് ഓസ്ബോൺ സ്മിത്ത് എന്നാണ്. ഓക്കെ, സോ RBI വാസ് നാഷണലൈസ്ഡ് ഇൻ 1949. 1935 RBI രൂപപ്പെട്ടു. 1937 കൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റി. 1949 എന്ത് ചെയ്യുന്നത്? നാഷണലൈസ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ഗവൺമെന്റ് അടിയിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത്, ചീഫ് ബാങ്കർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും മേജർ ബാങ്ക് ഏതാണ്? ചീഫ് ബാങ്ക് ഏതാണ്? അത് RBI ആണ്. ബാക്കിയെല്ലാം RBIയുടെ കീഴിലുള്ള ബാങ്കുകളാണ്. അടുത്തത്, RBI നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലുള്ള പൈസ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാങ്കിങ് ടൂള്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ. ഈ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോയിലാണ് ഏത് വരുന്നത്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ, പബ്ലിസിറ്റി, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, അതുപോലെ മാർജിനൽ റിക്വയർമെന്റ്സ്. ഇത് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കാമോളൂ എന്നുള്ള ഒരു വഴി കൊണ്ടുവരാം. ക്രെഡിറ്റ്, എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളതിന് ഒരു ലിമിറ്റ് കൊണ്ടുവരാം. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജപ്തി പോലുള്ള ആക്ഷൻസ് എടുക്കാം. മോറൽ സുവേഷൻ, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവയർനെസ് കൊടുക്കുന്ന പരിപാടി ചെയ്യാം. പബ്ലിസിറ്റി കൊടുക്കാം. ഇന്ത്യൻ എക്കണോമി ഇപ്പൊ ഇന്ന പ്രശ്നത്തിലൂടെ പോകുന്നത്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള പബ്ലിസിറ്റി കൊടുക്കാം. അങ്ങനെ കുറെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും, അതല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് കുറെ കണക്കുകൾ മാറ്റിക്കൊണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും എന്ത് ചെയ്യാം? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാം. അതിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെ 2 തരം മെത്തേഡുകളാണ് RBIയുടെ കയ്യിലുള്ളത്. ഇനി RBIയുടെ ഗവർണർമാരിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നോക്കാം. ഒന്നാമത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്, ഫസ്റ്റ് ഗവർണർ. അതിനുശേഷം രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ബ്രേഡ് ടൈലർ. ഇവർ രണ്ടുപേരും എന്തായിരുന്നു? ഇവർ രണ്ടുപേരും ബ്രിട്ടീഷുകാരായിരുന്നു, ഇന്ത്യക്കാരല്ലായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ്, ഫസ്റ്റ് ഇന്ത്യൻ ടു സെർവ് ദ ഗവർണർ ആസ് എ ഗവർണർ. M നരസിംഹൻ, കമ്മിറ്റി ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോംസിന്റെ ചെയർമാൻ ആയിരുന്ന ഈ പറയുന്ന പോലെ ഗവർണറാണ്. മൻമോഹൻ സിംഗ്, ഒരുപാട് കാര്യങ്ങൾ മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല.
മൻമോഹൻ സിംഗും RBIയുടെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ശ്രീ രംഗരാജൻ കമ്മിറ്റി ഓൺ പോവർട്ടി ഹെഡ് ചെയ്തിട്ടുള്ള ഒരു RBI ഗവർണറാണ്. ബിമൽ ജലാൻ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് കമ്മിറ്റി ഹെഡ് ചെയ്തിട്ടുള്ള ആളാണ്. രഘുരാം രാജൻ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. ഇപ്പോൾ അതിനുശേഷം IMFന്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള ആളാണ്. ഉർജിത് പട്ടേൽ ഡിമോണിറ്റൈസേഷൻ സമയത്ത് നവംബർ 8 2016 നവംബർ 8 2016 ഡിമോണിറ്റൈസേഷന്റെ സമയത്തുള്ള ഗവർണർ ആയിരുന്നു. ശക്തികാന്ത് ദാസ് ആയിരുന്നു നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ഗവർണർ. ഇപ്പൊ സഞ്ജയ് മൽഹോത്രയാണ്. അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു. ഈ ഒരു ഓർഡറിൽ മേജർ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 26ാമത്തെ ആളാണ്. ഈ പറയുന്ന ഓർഡറും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഗവർണർമാരുടെ കാര്യത്തിൽ. ഇനി മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം ചീഫ് ഇലക്ഷൻ അഡ്വൈസർ ആയിരുന്നു, പിന്നീട് ഗവർണറിന്റെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു, പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു, പിന്നെ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പ്രൈം മിനിസ്റ്റർ. ഇത്രയും സ്ഥാനമാനങ്ങൾ നമ്മുടെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്ര സ്ഥാനമാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം അടുത്താണ് മരണപ്പെട്ടത്, അതുകൊണ്ട് ചോദ്യം ചോദിക്കാം. 8th 5-year പ്ലാന്റെ സമയത്ത് ഈ പറയുന്ന പോലെ LPG റിഫോംസിന്റെ സമയത്ത് ആരായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ? അത് മൻമോഹൻ സിംഗ് ആണ്. ഈ തവണ മൻമോഹൻ സിംഗിനെ പറ്റി ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ? അദ്ദേഹം ഇപ്പൊ അടുത്താണ് മരണപ്പെട്ടത്. ഒബിച്വറീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ബാങ്ക് റേറ്റ് പോളിസി, അതായത് the interest rate at which RBI charges on long term lendings. RBI എന്ന് പറയുന്ന ബാങ്ക് ലോങ് ടേമിലേക്ക് മറ്റ് ബാങ്കുകളിലേക്ക് പൈസ കൊടുക്കുമ്പോൾ അതിന് മേടിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇത് ബാങ്ക് റേറ്റ്. ഇഫ് സെൻട്രൽ ബാങ്ക് വാണ്ട്സ് ടു കൺട്രോൾ ദ ക്രെഡിറ്റ്, ബാങ്ക് റേറ്റ് കൂട്ടും. ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ കടം കൊടുക്കുന്ന കൺട്രോൾ ചെയ്യണം എന്നുള്ളപ്പോൾ RBI എന്ത് ചെയ്യും? ഈ ബാങ്ക് റേറ്റ് പതിയെ കൂട്ടിയെടുക്കും. സ്വാഭാവികമായിട്ടും ബാങ്കുകൾക്ക് കൊടുക്കാൻ പൈസ കയ്യിൽ കുറയും. അടുത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്? RBIക്ക് ഇപ്പൊ തോന്നാണ് എന്താ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പണം കിടന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇൻഫ്ലേഷൻ വല്ലാതെ കൂടി പോകുന്നുണ്ട്, ഒരുപാട് പണം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് RBIക്ക് തോന്നാണ്. RBI അപ്പൊ എന്ത് ചെയ്യും? ഈ പണത്തിനെ മൊത്തം സക്ക് ചെയ്യാൻ വേണ്ടി, RBIയുടെ കയ്യിലേക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റി പുറത്തേക്ക് വിടും. എന്നിട്ട് പറയും, ഇപ്പൊ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റിക്ക് 100 രൂപയാണ്, തിരിച്ചു തരാൻ നേരത്ത് 120 രൂപ തരാം, നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറയും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഗവൺമെന്റ് സെക്യൂരിറ്റിക്ക് പകരം പൈസക്ക് പകരം ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിച്ചു വെക്കും, പിന്നീട് വിൽക്കാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പൈസ കുറയും, അങ്ങനെ ഇൻഫ്ലേഷൻ കുറയ്ക്കും. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ പർച്ചേസ് കൊണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ സെയിൽസും പർച്ചേസും കൊണ്ടും ക്രെഡിറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന, കൂട്ടുകയോ കുറയ്ക്കുകയോ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ് OMO. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വിറ്റുകൊണ്ട് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ്. ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ബാങ്ക് റേറ്റ് കൂട്ടിക്കൊണ്ടോ കുറച്ചുകൊണ്ടോ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന പരിപാടി. അടുത്തത് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ വളരെ സിമ്പിൾ ആണ്. എല്ലാ ബാങ്കുകളും RBIയുടെ കയ്യിൽ ഒരു തുക ഡിപ്പോസിറ്റ് ആയിട്ട് വച്ചേക്കണം. എല്ലാ ബാങ്കുകളും RBIയുടെ കയ്യിൽ ഒരു ഇത്ര തുക ഡെപ്പോസിറ്റ് ആയിട്ട് റിസർവ് ആയിട്ട് വെക്കണം. അത് ക്യാഷ് ആയിട്ട് തന്നെ വെക്കണം. സോ എങ്ങനെ ഓർത്തിരിക്കാം? ക്യാഷ് ആയിട്ട് റിസർവ് ബാങ്കിന്റെ കയ്യിൽ വയ്ക്കേണ്ട പൈസ ക്യാഷ് റിസർവ് റേഷ്യോ. The cash reserve ratio is the amount of cash that banks have to keep with RBI. ഓക്കെ ആണേ? ഈ CRRന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാങ്കുകൾ പൈസ കൂടുതൽ കൊണ്ടുപോയി RBIയിൽ നിക്ഷേപിക്കേണ്ടി വരും. ബാങ്കുകൾക്ക് കടം കൊടുക്കാനുള്ള പൈസ കുറയും, ബാക്കി നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കടം കുറയും. അങ്ങനെ എന്ത് ചെയ്യാം? RBIക്ക് പൈസ കൺട്രോൾ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ്? ബാങ്കിന് മെയിൻറ്റെയിൻ ചെയ്യണം ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ. ഇത് റിസർവ് ബാങ്കിന്റെ കൊടുക്കണ്ട. ബാങ്ക് സ്വന്തം കയ്യില് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ സ്വന്തം കയ്യിൽ കരുതുക. അതെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല, സ്വന്തം കയ്യിൽ കരുതണം. ആ ഒരു ഡെപ്പോസിറ്റ് അത് കൂട്ടിക്കഴിഞ്ഞാലും ബാങ്കുകൾക്ക് അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡെപ്പോസിറ്റ് കൈ കരുതേണ്ടതാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, എന്തെങ്കിലും ക്രെഡിറ്റ് എക്സ്പാൻഷൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് കയ്യിൽ വെച്ചേക്കുന്നത്. ഈ CRR SLR തമ്മിലുള്ള വ്യത്യാസം എന്താ? CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ RBIയുടെ കൈ കൊണ്ടുവയ്ക്കേണ്ടതാണ്. SLR എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി. അത് ക്യാഷ് ആണെന്നൊരു നിർബന്ധമില്ല, ക്യാഷ് ആവാം ഗോൾഡ് ആവാം എന്തും ആവാം. ഇത് രണ്ടും കൂട്ടിയാലും SLR CRR കൂട്ടിയാലും ബാങ്കുകൾക്ക് എന്ത് പറ്റും?
കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരും. എന്ത് ചെയ്യാൻ? കടം കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ വേണമെങ്കിൽ കടം നാട്ടിലുള്ള പൈസ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി? രണ്ട് തരത്തിലാണുള്ളത്. റിപ്പോ റേറ്റ്, RBIക്ക് റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ് റിപ്പോ റേറ്റ്? RBI എന്ത് ചെയ്യുന്നു? ബാങ്കുകൾക്ക് പൈസ കടം കൊടുക്കുന്നു വിചാരിക്കും. Okay, the repo rate is the rate of interest which RBI provides loans to scheduled commercial bank. RBI scheduled commercial ബാങ്കുകൾക്ക് പൈസ കടം കൊടുത്തു. ആ കടം കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്ന പലിശയാണ് എന്ത്? ഈ പറയുന്ന റിപ്പോ റേറ്റ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും പലിശ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ എന്ത് ചെയ്യില്ല? കടം കൊടുക്കുന്നത് കുറയ്ക്കും. അങ്ങനെ ബാങ്കുകളുടെ അവൈലബിലിറ്റി ഓഫ് പൈസ കുറയും. അങ്ങനെ നാട്ടിൽ മൊത്തം പൈസ, നാട്ടുകാർക്ക് മൊത്തം പൈസ കൊടുക്കുന്നതും കുറയും. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ RBI എന്ത് ചെയ്യുന്നു? ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI കടം മേടിക്കുന്നു. അതിന് RBI തിരിച്ച് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ. ആ പലിശ കൂട്ടിയെന്ന് വിചാരിക്കും. ആ ബാങ്കുകൾ എന്തെടുക്കും? നൈസായിട്ട് കടങ്ങൾ കൂടുതൽ എടുക്കാൻ തുടങ്ങും. കൂടുതൽ നാട്ടുകാർക്ക് കൊടുക്കാതെ കടം മൊത്തം RBIക്ക് കൊടുക്കാൻ പോകും. അപ്പോഴും നാട്ടുകാരുടെ കയ്യിലുള്ള പൈസ, കിട്ടാവുന്ന പൈസ കുറയും. അതായത് റിപ്പോ റേറ്റ് കൂട്ടിയാലും, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടിയാലും, CRR കൂട്ടിയാലും, SLR കൂട്ടിയാലും എന്താ സംഭവിക്കുക? ഇനി ബാങ്ക് റേറ്റ് കൂട്ടിയാലും എന്താ സംഭവിക്കുക? ആ ബാങ്കുകൾക്ക് ബാക്കി എക്കണോമിയിലേക്ക് കൊടുക്കാനുള്ള പൈസയുടെ അളവ് കുറയാണ് ചെയ്യുക. അത് മാത്രം ഓർത്തു വയ്ക്കുക. പിന്നെ ഈ പേരുകളൊന്നും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. എന്താണ്? ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഹാവ് കറന്റ് അക്കൗണ്ട്സ് വിത്ത് RBI. എല്ലാ ബാങ്കുകൾക്കും RBIയുടെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? ഓവർനൈറ്റ് ആയിട്ട് ഷോർട്ട് ടേം ലോൺ എന്ത് ചെയ്യാം? ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാറ്ററൽ വെച്ചുകൊണ്ട് എടുക്കാം. ഗവൺമെന്റ് സെക്യൂരിറ്റി ഈട് വെച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? RBIയുടെ കടം വാങ്ങിക്കാം. റിപ്പോ റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് RBI കടം മേടിക്കാം. RBIയുടെ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കടം വാങ്ങിക്കാൻ നേരത്തെ കൊടുക്കുന്ന പലിശ നിരക്കാണ് ഇത് റിപ്പോ റേറ്റ്. നമുക്കറിയാം, ഒരു ബാങ്ക് RBIയിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ കൊടുക്കേണ്ട പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. ആ സമയത്ത് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസയുടെ അളവാണ്, ഓവർനൈറ്റിന് വേണ്ടി കൊടുക്കുന്ന പൈസയുടെ അളവാണ്. അത് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലാണ്. സോ നിങ്ങൾക്ക് റിപ്പോ റേറ്റിൽ മേടിച്ചിട്ട് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വെച്ചിട്ടും വാങ്ങിക്കാം. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. എന്താണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം? RBIക്ക് തോന്നാണ് ഒരുപാട് ലിക്വിഡിറ്റി, ഒരുപാട് പൈസ, ഒരുപാട് മണി എവിടെ അവൈലബിൾ ആണ്? എക്കണോമിയിൽ ഒരുപാട് മണി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ അതുവഴി വിലക്കയറ്റം കൂടുകയാണ്. ആൾക്കാരിൽ എല്ലാവരിലും പൈസ ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് വിലക്കയറ്റം കൂടുന്നുണ്ട്. ആൾക്കാർ പതിയെ ബാങ്കിലേക്ക് ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സേവിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ എക്കണോമിയിലെ പൈസ കുറയ്ക്കണം. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വില കയറും, പണപ്പെരുപ്പം വരും, വിലക്കയറ്റം കൂടും. അതിനൊക്കെ വേണ്ടി RBIക്ക് എന്ത് ചെയ്യാം? ഈ ലിക്വിഡിറ്റി വലിച്ചെടുക്കാൻ വേണ്ടി RBI എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊണ്ടുവരും. അപ്പൊ ആൾക്കാർ പൈസ കൊടുത്ത് സെക്യൂരിറ്റി മേടിക്കും. അങ്ങനെ പൈസ RBIയുടെ കയ്യിലെത്തും. അതിനെ വിളിക്കുന്ന പേരാണ്, മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു സ്കീമാണ് ഇത്, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ OMO എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? നമ്മള് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിച്ചുകൊണ്ടും വിറ്റുകൊണ്ടും ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. RBI ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി OMO നടത്തും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടക്കും. അവിടെ എന്താ നടക്കുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുകയും വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ദ റേറ്റ് അറ്റ് വിച്ച് RBI ടേക്ക് ലോൺ ഫ്രം ബാങ്ക് ഇസ് കോൾഡ്. RBI ബാങ്കുകളിൽ നിന്ന് ലോൺ വാങ്ങിക്കുന്നു. അതായത് RBI ബാങ്കുകളിൽ നിന്ന്, അതായത് ബാങ്കുകൾ RBI ടേക്ക് ലോൺ ഫ്രം അതർ ബാങ്ക്സ്. ഈ അവസ്ഥ, ബാങ്കുകൾ RBI കടം കൊടുക്കുന്ന അവസ്ഥ ഏതാ? റിവേഴ്സ് റിപ്പോ റേറ്റ്. ഏതാണ്? റിവേഴ്സ് റിപ്പോ റേറ്റ്. ആ സമയത്ത് തിരിച്ചാണ്, RBI ബാങ്കുകൾക്ക് കടം കൊടുക്കാന്ന് വിചാരിക്കും, അത് റിപ്പോ റേറ്റ്. ഇത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. അറ്റ് വിച്ച് റേറ്റ് ഗീവ് ലോൺസ് ടു അതർ ബാങ്ക്സ്. അതായത് RBI ഗീവ് ലോൺസ് ടു അതർ ബാങ്ക്സ്. RBI ലോൺ കൊടുക്കുന്നത് എന്തിലാ? റിപ്പോ റേറ്റിലാണ്. ഓക്കെ, ഇൻ വിച്ച് ഇയർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് കൊല്ലത്തിലാണ് നാഷണലൈസ് ചെയ്തത്?
നമുക്ക് നോക്കാം. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് വാസ് ഇംപ്ലിമെന്റഡ് അണ്ടർ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ് ആക്ട് 1970. 1970 ആക്ടിലാണ് ബാങ്ക് നാഷണലൈസ് ചെയ്തത്. നാഷണലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ ഗവൺമെന്റ് അടിയിൽ കൊണ്ടുവരിക. ഒരു പ്രൈവറ്റ് ബാങ്കിനെ ഗവൺമെന്റ് ബാങ്ക് ആക്കി മാറ്റുന്നത് നമ്മൾ നാഷണലൈസേഷൻ എന്ന് പറയും. ആ സമയത്ത് പ്രൈവറ്റ് ബാങ്കിനെ ഗവൺമെന്റ് ബാങ്ക് ആക്കുന്നതാണ് നാഷണലൈസേഷൻ. ആ സമയത്ത് ഗവൺമെന്റ് ബാങ്കിന് അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള ഏതൊരു സംരംഭത്തിനെ പ്രൈവറ്റ് ആക്കുന്നതിനെ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ പ്രൈവറ്റ് ബാങ്കിനെ ഗവൺമെന്റ് ബാങ്ക് ആക്കി മാറ്റുന്ന പരിപാടിയാണ് ഏത്? ബാങ്ക് നാഷണലൈസേഷൻ. ഇൻ ഇന്ത്യ ബാങ്ക് നാഷണലൈസേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഗവൺമെന്റ് എനാക്റ്റഡ് ബൈ RBI ആക്ട് ഇൻ ഓർഡർ ടു നാഷണലൈസ് ദ RBI ബാങ്ക്. ആദ്യമായിട്ട് RBI-നെ ആണ് നമ്മൾ നാഷണലൈസ് ചെയ്യുന്നത് 1949. അതുപോലെ SBI നാഷണലൈസ് ചെയ്തത് 1955. സോ 1949 RBI, 1955 SBI. സോ ഇതിന്റെ ആൻസർ എത്രയാ? 1955. ഓർത്തു വയ്ക്കുക. ബാക്കി നാഷണലൈസേഷൻ 2 ഘട്ടമായിട്ടാണ് നടത്തിയത്. 1980 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. 1980 അല്ല, 69 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, പിന്നെ 80 ചെയ്തു. 69 14 ബാങ്കുകളെ ചെയ്ത്, അത് ബാക്കി 6 ബാങ്കുകളെ കൂട്ടി 20 ബാങ്കുകളായി. എപ്പോ? 80. സോ ഈ ബാങ്കുകളുടെ പേര് ഓർത്തു വയ്ക്കുക. 1969 അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, ദേന ബാങ്ക്, ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക്, യൂക്കോ ബാങ്ക്. ഇത്രയും ബാങ്കുകളാണ് എപ്പോ? 1969. ശേഷം 6 ബാങ്കുകളെ കൂടെ എപ്പോ? 1980 നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. സോ പൊതുവെ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നോക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് നോക്കാം യൂണിയൻ ബാങ്ക്, അതൊരു പ്രൈവറ്റ് ബാങ്ക് ആണ്. HDFC പ്രൈവറ്റ് ബാങ്ക് ആണ്. അങ്ങനെ ഒന്ന് നോക്കി വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ, ഇല്ലാത്തതുണ്ടോ, അതൊന്ന് നോക്കി വെക്കാം. ഇതെല്ലാം പ്രൈവറ്റ് ബാങ്കുകളാണ്. ഫെഡറൽ ബാങ്ക് ആയാലും സിറ്റി ബാങ്ക് ആയാലും നമ്മുടെ HDFC ആണെങ്കിലും ആ സമയത്ത് യൂണിയൻ ബാങ്ക് ഇതിനകത്തുണ്ട്, SBI ഉണ്ട്, അലഹബാദ് ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്. നമ്മളെല്ലാം കേട്ടു വന്നിട്ടുള്ള ബാങ്കുകൾ അതെല്ലാം. ഫോർ എക്സാമ്പിൾ കോട്ടക് ബാങ്ക് ഇല്ല, ഫെഡറൽ ബാങ്ക് ഇല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. അതെല്ലാം പ്രൈവറ്റ് ബാങ്കുകളാണ്. ആ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ 1955. ഓക്കെ, അടുത്തത് which of the following is related to NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്? ചുരുക്കം പറഞ്ഞാൽ കിട്ടാക്കടം. കിട്ടാക്കടത്തിനെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് തിരിച്ചടയ്ക്കാത്ത ലോണുകൾ. സോ അത് എന്തായിട്ട് ബന്ധപ്പെട്ടതാ? അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി എന്താണ് BPLR? എന്താണ് BPLR? അതായത് ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് ആണ്. RBI അല്ല, ബാങ്കുകൾ കടം കൊടുക്കുന്ന ഒരു റേറ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ്? ബാങ്കുകൾ പല റേറ്റുകളിൽ കടം കൊടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം തുടക്കത്തില് ബാങ്കുകൾ കടം കൊടുത്തുകൊണ്ടിരുന്നത് 2003 ബാങ്കുകൾ കടം കൊടുത്തുകൊണ്ടിരുന്നത് ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് വെച്ചിട്ടാണ്. അതായത് ബാങ്കുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബാങ്ക് എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ പലിശയിലൊക്കെ പൈസ കൊടുക്കാൻ തുടങ്ങും. ബാങ്കുകളുടെ ഏറ്റവും വെർത്തി കസ്റ്റമേഴ്സിന്, പൈസയുള്ള ആൾക്കാർക്ക്, ബാങ്കുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്. അവിടെ എന്ത് പറ്റി? ട്രാൻസ്പെറൻസി ഇല്ലാതെയായി. പല കസ്റ്റമേഴ്സിനും പല ബാങ്ക് റേറ്റ് ആയി. അപ്പൊ RBIക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അനുസരിക്കില്ല. കാര്യം എന്താ? തോന്നണ റേറ്റ് ആണ്. അപ്പൊ RBIക്ക് തോന്നാണ് ഇപ്പൊ എക്കണോമിയിൽ ഒരുപാട് പൈസ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് പയ്യെ കൂട്ടാം, അപ്പൊ ആൾക്കാർ കടം മേടിക്കുന്നത് കുറയും എന്ന് RBI വിചാരിച്ച എന്തെങ്കിലും നടക്കൂല. കാര്യം എന്താ? ഇവർക്ക് ഇഷ്ടമുള്ളതല്ലേ കൊടുക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പരിപാടി എടുത്തു മാറ്റി, BPLR എടുത്തു മാറ്റി. അതിന് പകരം ബേസ് റേറ്റ് കൊണ്ടുവന്നു. ബേസ് റേറ്റ് 2010 കൊണ്ടുവന്നേ. മേഡ് ലെൻഡിങ് റേറ്റ്സ് മോർ ട്രാൻസ്പെറന്റ് ദാൻ BPLR. കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആക്കി. അപ്പോഴും എന്താണ്? മാറ്റം പെട്ടെന്ന് വരുന്നില്ല. RBI മാറ്റുമ്പോൾ അതിനനുസരിച്ച് ബാങ്കുകൾ മാറ്റുന്നില്ല. RBI മാറ്റാൻ പറയും, പക്ഷെ അവർ മാറ്റൂല. അങ്ങനെ അതും വേണ്ടാന്ന് വെച്ചു. സോ BPLR-ഉം ബേസ് റേറ്റും വന്നു, അത് രണ്ടും വേണ്ടാന്ന് വെച്ചു. പിന്നെ RBI പുതിയൊരു ഐഡിയ ആയിട്ട് വന്നു, മാർജിനൽ കോസ്റ്റ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. മാർജിനൽ കോസ്റ്റ്, MCL അല്ല, മാർജിനൽ കോസ്റ്റ് ലെൻഡിങ് റേറ്റ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഫണ്ട്. എത്ര പൈസ ചെലവുണ്ട്, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ചെലവുകൾ മനസ്സിലാക്കിക്കൊണ്ട് കുറെ ഇക്വേഷൻസ് എല്ലാം കൊണ്ടുവന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. കോസ്റ്റ് മനസ്സിലാക്കി, മാർജിനൽ കോസ്റ്റ് മനസ്സിലാക്കി നമുക്ക് ലെൻഡിങ് റേറ്റ് ഇടാം. അതിലൊരു പ്രശ്നമുണ്ട്. എന്താ? ബാങ്കുകളാണ് അത് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് RBI പറയുന്ന പോലെ അല്ല. അപ്പോഴും RBI പറയുന്നവർ കേൾക്കാതെ വന്നു. അങ്ങനെ അതും പോയി. അപ്പോഴാണ് വരുന്നത് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്ന പുതിയ സംഭവം. ഓക്കെ, അത് 2003 അല്ല കേട്ടോ, അത് 2019 വരുന്നത്. ഇവിടെ ലോൺ റേറ്റ്സ് തീരുമാനിക്കുന്ന റെപ്പോ റേറ്റ് വെച്ചിട്ടാണ്. അതായത് RBI പറയും റിപ്പോ റേറ്റ് നമ്മൾ എത്ര പറയുന്നോ അതനുസരിച്ച് വേണം നിങ്ങളുടെ ലോൺ ഉണ്ടാവാൻ.
അപ്പൊ കാര്യങ്ങൾ വെൻ റിപ്പോ റേറ്റ് മാറുമ്പോൾ EMI മാറും. ഇതിപ്പോ RBI പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോ എന്താ സംഭവിച്ചത്? BPLR പറഞ്ഞപ്പോഴും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. നമുക്ക് പ്രത്യേകിച്ച് കൊണ്ടുവന്ന RBI പറയുന്നവർ കേൾക്കുന്നില്ല. പിന്നെ അത് മാറ്റി ബേസ് റേറ്റ് കൊണ്ടുവന്നപ്പോഴും അപ്പോഴും RBI ചേഞ്ച് ചെയ്യുമ്പോൾ RBI റിപ്പോ റേറ്റ് ചേഞ്ച് ചെയ്യാണ്. പൈസ എക്കണോമിയിലേക്ക് വലിക്കാൻ വേണ്ടി അവർ നോക്കുമ്പോഴും നടക്കൂല. പിന്നെ മാർജിനൽ കോസ്റ്റ് വന്നപ്പോഴും ബാങ്കുകൾ തീരുമാനിക്കാതെ നടക്കില്ല. പിന്നെ 2019 എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് ലെൻഡ് റേറ്റ് വന്നപ്പോഴാണ് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അതായത് ബാങ്കുകള് നാട്ടുകാർക്ക് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന പൈസയിൽ എന്ത് ചെയ്തു? റിപ്പോ റേറ്റിനനുസരിച്ച് എത്രയാണോ RBI നിങ്ങൾക്ക് തരുന്ന പലിശ റേറ്റ്, ബാങ്കുകളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് RBI എത്ര പൈസക്ക് തരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ, അതിന്റെ മൾട്ടിപ്പിൾസ് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കഥകളൊക്കെ ശരിയായത്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് EBLR ആണ്. ചുരുക്കം പറഞ്ഞാൽ BPLR എന്ന് പറഞ്ഞാൽ ബെഞ്ച്മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്. അതായത് ബാങ്കുകള് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ആയിരുന്നു ആദ്യം. ഓക്കെ, പണ്ട് അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി. ഓക്കെ, ഇവിടെ 2019 ആണെന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഹു അമോങ് ദ ഫോളോയിങ് പ്രിപ്പേഴ്സ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ? നമ്മൾ പറഞ്ഞു മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ ആരാ തീരുമാനിക്കുന്നത്? ഇന്ത്യയിലെ മോണിറ്ററി പോളിസി അതോറിറ്റി ആരാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, ഫിനാൻസ് മിനിസ്റ്റർ അല്ല, പകരം RBI ഗവർണർ അല്ലെങ്കിൽ RBIയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇന്ത്യയിലെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത്. The monetary policy refers to action taken to control money supply, credit and interest rate. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ ബാങ്ക് റേറ്റ്, MCLR, BPLR ഇതെല്ലാം ചെയ്യുന്ന ആൾ ആരാണെന്നാണ് ചോദ്യം. അത് RBI ആണ്. ആ പോളിസിക്ക് വിളിക്കുന്നത് എന്താ? മോണിറ്ററി പോളിസി, അതായത് മണിയുമായിട്ട് ബന്ധപ്പെട്ട പോളിസി. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ RBI. RBIക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, മോണിറ്ററി പോളിസി കമ്മിറ്റി. 2016 തുടങ്ങിയതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. RBI ഗവർണറാണ് അതിന്റെ ചെയർമാൻ. അതില് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, OMO, ബാങ്ക് റേറ്റ് ഇതെല്ലാം അവിടെ ഒരു തീരുമാനമാവും. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താ? ഇൻഫ്ലേഷൻ കുറയ്ക്കുക, പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, സ്മൂത്ത് ക്രെഡിറ്റ് ഫ്ലോ കൊണ്ടുവരിക, എല്ലാവർക്കും ക്രെഡിറ്റ് അവൈലബിലിറ്റി, ലോൺ കിട്ടുന്ന അവസ്ഥ കൊണ്ടുവരിക, ബാങ്ക് തീരുമാനിക്കുന്ന RBI പറയുന്ന കാര്യങ്ങൾ ബാങ്കുകളെല്ലാം അനുസരിക്കുന്നുണ്ടോ നോക്കുക, വിലക്കയറ്റം കുറയ്ക്കുക, പണപ്പെരുപ്പം കുറയ്ക്കുക, ഇതെല്ലാമാണ് ഉദ്ദേശം. മോണിറ്ററി പോളിസി ഈസ് ബൈ ആനുവലി. ഒരു 2 മാസം, ഒരു കൊല്ലത്തില് 6 വട്ടം, അതായത് 2 മന്ത് കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുന്നത്. ഓക്കെ, സോ RBI ആണ് മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത്. അതിനൊരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്, 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. അതില് RBI ഗവർണർക്ക് ഒരു വീറ്റോയും ഉണ്ട്, പുള്ളിയാണ് തീരുമാനിക്കുന്നത്. അവസാനം 3-3 വന്നു കഴിഞ്ഞാൽ RBI ഗവർണർ പറയുന്നതാണ് വീറ്റോ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഗവർണർ ഓഫ് RBI ആണ്. അടുത്തത് in economics minimum interest rate at which banks cannot give loan more than it is which word is used? ഇതിനകത്ത് ഏത് വേർഡ് ആണ്? അതായത് മിനിമം റേറ്റ് തീരുമാനിക്കുന്ന വേർഡ് ആണ്. റിവേഴ്സ് റേറ്റ് അല്ല, മാർജിനൽ റേറ്റ് അല്ല, പ്രൈം ലെൻഡ് റേറ്റ് അല്ല, ബേസ് റേറ്റ്. പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ താഴെ കുറച്ച് കൊടുക്കാൻ പാടില്ല. അത് RBI തീരുമാനിക്കുന്നത്. സോ ഇൻ എക്കണോമിക്സ് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ബാങ്ക്, മിനിമം അതായത് ഒരു ബേസ് റേറ്റ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് നമ്മൾ പൊതുവെ പറയാറില്ലേ ഒരു ബേസ് റേറ്റ് പറ എന്ന് പറയാൻ എന്താ? അതിൽ താഴ്ത്തി കൊടുക്കാൻ പാടില്ല. സോ ഇതിന്റെ ഉത്തരം ബേസ് റേറ്റ് എന്നാണ്. പ്രൈം ലെൻഡിങ് റേറ്റ് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്, 2003 ഉണ്ടായതാണ്. ഓക്കെ, അടുത്തത് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക്സ് ആർ ഫിക്സ്ഡ് ആൻഡ് റെഗുലേറ്റഡ്? ആരാണ്? RBI ആണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ഫിക്സ് ചെയ്യുന്നതും. അടുത്തത് ഇൻ എക്കണോമി ദ സിറ്റുവേഷൻ വിച്ച് ഹി ഷോ ദാറ്റ് ദ പ്രൈസ് ഓഫ് മാർക്കറ്റ് ഇൻക്രീസസ്. വിലക്കയറ്റം അല്ലെങ്കിൽ പ്രൈസ് ഇൻ ദ മാർക്കറ്റിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? അതെന്താണത്? അത് ഇൻഫ്ലേഷൻ ആണ്. വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. സ്റ്റെബിലിറ്റിയും ഡീഫ്ലേഷനും ഇൻഫ്ലേഷനും റിസഷൻ ഒന്നുമല്ല. റിസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാന്യാണ് റിസഷൻ. ഡീഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവാണ്, വിലക്കയറ്റത്തിന് ഓപ്പോസിറ്റ്, വില കുറയുന്ന അവസ്ഥയാണ്. സോ നമുക്ക് നോക്കാം. ദ റേറ്റ് അറ്റ് വിച്ച് പ്രൈസ് ലെവൽസ് ആൻഡ് ഗുഡ് ആൻഡ് സർവീസസ് റൈസസ് ആൻഡ് സബ്സിക്വന്റ്ലി പർച്ചേസിംഗ് പവർ ഫോൾസ്, അതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് വിലക്കയറ്റത്തിനെയാണ്. പ്രൈസ്, സാധനങ്ങളുടെ പ്രൈസ് കൂടുന്നു, അങ്ങനെ ആൾക്കാരുടെ കയ്യിലുള്ള പൈസക്ക് വിലയില്ലാതെ ആവുന്നു, അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഇൻഫ്ലേഷൻ, വില കുറയുന്നു.
അതന്നെ പെർസിസ്റ്റന്റ് ഡിക്രീസ് ഇൻ പ്രൈസ് ലെവൽ. വല്ലാതെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന എന്താണ്? ഡീഫ്ലേഷൻ. ഇനി റീഫ്ലേഷൻ എന്താണ്? പ്രൈസ് ലെവൽ ഇൻക്രീസസ് വെൻ ദ എക്കണോമി റിക്കവേഴ്സ് ഫ്രം റിസഷൻ. ഒരു മാന്യം കഴിഞ്ഞ് ആദ്യം പൈസ കൂടുതലായിരുന്നു, പിന്നെ ഒരു മാന്യം വന്നു പൈസ കുറഞ്ഞു, പിന്നെയും പതിയെ കൂടുന്നതിനാണ് റീഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെയും കൂടി വന്നു. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിയിൽ ഗ്രോത്ത് കുറവാണ്, വളർച്ച വളരെ കുറവാണ്, പക്ഷേ പൈസ വളരെ കൂടുതലാണ്. വളർച്ച കുറവാണ്, അതായത് എക്കണോമിയിൽ കാര്യമായിട്ട് പൈസയൊന്നുമില്ല, എന്നിട്ടും വിലകയറ്റമുണ്ട്. വളർച്ച കുറഞ്ഞിട്ടും വിലകയറ്റമുണ്ട്. അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ, സ്റ്റാഗ്നേഷൻ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ. ഇനി സ്ക്യൂഫ്ലേഷൻ എന്താ? കുറച്ച് സാധനങ്ങൾക്ക് മാത്രം വില കൂടുതൽ. ചിലപ്പോൾ ഉള്ളിക്ക് ഭയങ്കര വില കൂടുതലായിരിക്കും, ബാക്കി ഒന്നിനും വലിയ വിലക്കയറ്റം അങ്ങനെ ബാധിച്ചിട്ടില്ല. അതിനാണ് സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കമ്മ്യൂണിറ്റീസ് മാത്രം വില കൂടുന്ന അവസ്ഥ. അങ്ങനെ പല തരമുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡെക്സ് ഇസ് മെഷർമെന്റ് ഓഫ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നമുക്ക് നോക്കാം. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഫ്ലേഷൻ എക്കണോമിയിലെ ടോട്ടൽ ഇൻഫ്ലേഷൻ അളക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അതിൽ ഫുഡ്, ഫ്യൂവൽ എല്ലാം പെടും. അതിനാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫുഡ്, ഫ്യൂവല്, അതുപോലെ വോളറ്റൈൽ കമ്മ്യൂണിറ്റീസ്, അതായത് ഇടക്കിടക്ക് വില കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഫ്യൂവലൊക്കെ. എപ്പോഴും വില കൂടും, വില കുറയും, വില കൂടും, വില കൂടും. ഫുഡിന്റെ കാര്യമാണ്. അരിക്ക് ചിലപ്പോൾ വില കൂടും, അല്ലെങ്കിൽ സവാളയ്ക്ക് ചിലപ്പോൾ വില കൂടും, അത് കുറയും. ഫ്രൂട്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ വില കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറയും. സോ അങ്ങനെ വോളറ്റൈൽ ആയിട്ട് പെട്ടെന്ന് മാറുന്ന ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതാണ് കോർ ഇൻഫ്ലേഷൻ. Core inflation is term to denote the extent of inflation in the economy does not consider inflation of food and fuel. ഫുഡും ഫ്യൂവലും എടുത്തു കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹെഡ്ലൈനിൽ നിന്ന് കോർ ഇൻഫ്ലേഷൻ കിട്ടും. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ റീറ്റെയിൽ ലെവലിലുള്ള ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുന്ന സാധനം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് ഹോൾസെയിൽ ലെവലിലുള്ള നമ്മൾ ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുന്ന ഐറ്റം. ഓക്കെ, ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബൾക്ക് ഹോൾസെയിൽ ലെവലിലുള്ളതാണ്. അത് പബ്ലിഷ് ചെയ്യുന്ന ആരാ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ആരാ? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ. ഓക്കെ, 2011-12 റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബേസ് വെച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. സോ ബേസ് പ്രൈസ് എത്രയാണ്? 2011-12 ബേസ് റേറ്റ് വെച്ചിട്ട് ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ OEA ആണ് എന്ത് ചെയ്യുന്നത്? WPI തീരുമാനിക്കുന്നത്. ആ സമയത്ത് CPI തീരുമാനിക്കുന്നത് NSSO ആണ്. GDP തീരുമാനിച്ച അതേ ആള് തന്നെ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം തീരുമാനിച്ച അതേ ആൾ തന്നെ. അതിനും 2012 ആണ് ബേസ് റേറ്റ്. അതിലും റീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കെയർ, എഡ്യൂക്കേഷൻ, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കണക്കൂട്ടുക. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ കൺസ്യൂമറിനുള്ള പ്രൈസ് ഇൻഡെക്സ് ആണ്. CPI ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ RBIക്ക് ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന WPI ആണോ CPI ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CPI ആണ്. 2014 മുതൽ RBI CPI ആണ് ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. CPI ഉണ്ടാക്കുന്ന ആരാ? NSO ആണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് CPI വെച്ചിട്ടാണ്. 2014 മുതൽ RBI ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് CPI ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി ഏത് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാ? അതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധമാണ്. പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഹോം മിനിസ്ട്രി എന്താണ്? ഹോം മിനിസ്ട്രി പോലീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോലീസും ബാക്കി ലോ ആൻഡ് ഓർഡർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അഗ്രികൾച്ചർ എന്തായാലും ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് വരില്ല. സോ ഇതിന് ആൻസർ ഫിനാൻസ് ആണ്. ധനക്കമ്മി വളരെ സിമ്പിൾ അല്ലേ? അതെ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ചരക്കുകൾക്കും സേവനങ്ങൾക്കും, ഇന്ത്യയിലെ എല്ലാ പ്രൊഡക്ട്സുകൾക്കും, അതിപ്പോൾ മെഡിക്കൽ ആയിട്ടുള്ള സർവീസ് ആയിക്കോട്ടെ, ഹെൽത്ത് സർവീസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതല്ലാതെ സാധനങ്ങൾ മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും എന്ത് സാധനങ്ങളായിക്കോട്ടെ, അതിനെല്ലാത്തിനും ഒരൊറ്റ ടാക്സ് കൊണ്ടുവരിക. അതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അതാണ് GST. ഓക്കെ, ഇറ്റ് ഇസ് എസെൻഷ്യൽ ദാറ്റ് ഓൺലി വൺ ടാക്സ് ഇൻ ഈച്ച് സ്റ്റേജ്. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ പറഞ്ഞാണ്. പോയിന്റ്സ് മാത്രം നോക്കുക. ഇറ്റ് വാസ് ലെവീഡ് വിത്ത് ടൈംസ് ഓഫ് കൺസംഷൻ. എവിടെയാണോ ഉപയോഗിക്കുന്നത്, എവിടെയാണോ കൺസ്യൂം ചെയ്യുന്നത്, അവിടെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇപ്പൊ ആന്ധ്രയിൽ ഉണ്ടാക്കിയ സാധനമാണെങ്കിലും വിറ്റുപോകുന്നത് കേരളത്തിലാണെങ്കിൽ അവിടെയാണ് ടാക്സ് കിട്ടുന്നത്. സോ അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഓക്കെ, ഇനി ഡ്യുവൽ സ്ട്രക്ചർ ആണുള്ളത്. സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. അതല്ല, ഇന്റർ സ്റ്റേറ്റ് ആണ്. രണ്ട് സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്നതാണെങ്കിൽ IGST എന്ന് പറയുന്ന ഒരു സാധനം വരും.
ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ബില്ല് വന്നത് 2014 വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അത് പാസ്സായത് 2016 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത് ജൂലൈ 1, 2017. GST ഡേ ജൂലൈ 1, 2017 ആണ് ആൻസർ. ജൂലൈ 1, 2017. വൺ നേഷൻ വൺ ടാക്സ്. മെയിൻ ആയിട്ട് എത്ര സ്ലാബ് ഉണ്ട്? 0%, 5%, 12%, 18%, 28%. 1, 2, 5 5 സ്ലാബുകളാണുള്ളത്. പിന്നെ ഒരു GST നമ്പർ കൂടെ കൊടുക്കുന്നുണ്ടാവും. എല്ലാവർക്കും GST നമ്പർ കൊടുക്കുന്നുണ്ടാവും. എത്ര അക്കോള നമ്പർ ആണ് നോക്കാം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 അക്കോള നമ്പർ ആണ്. അതിൽ സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും, നമ്മുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ നമ്പർ ഉണ്ടാവും, എൻറ്റിറ്റി നമ്പർ ഉണ്ടാവും, അതുപോലെ സം ഡിജിറ്റ് ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്പറാണ്. ഓർത്ത് വയ്ക്കുക. 15 നമ്പർ ഉള്ള ഒരു GSTN നമ്പറും ഉണ്ടാവും. ചോദിക്കാം GST നമ്പറിൽ എത്ര നമ്പറാണ് ഉള്ളതെന്ന്. ഓക്കെ, സോ ജൂലൈ 1, 2017 ആണ്. Which of the following is a non indirect tax? Indirect tax ഉം ഡയറക്ട് ടാക്സ് ഉള്ള വ്യത്യാസം എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട്, എന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഞാൻ നേരെ ഗവൺമെന്റിന് അടക്കുന്ന പൈസയാണ് ഏത്? ഡയറക്ട് ടാക്സ്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. എന്റെ കയ്യിലുള്ള എന്റെ ശമ്പളത്തിന് ഞാൻ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടി ഞാൻ നേരിട്ട് അടയ്ക്കുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ്. ആ സമയത്ത് GST എന്ന് പറയുന്നത്, ഞാൻ ഒരു 10 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അതിൽ ഓൾറെഡി 1 രൂപ ടാക്സ് ഉണ്ടായി. ആ 1 രൂപ ഞാൻ എന്ത് ചെയ്യും? ആ കടക്കാരനാണ് ആർക്ക് കൊടുക്കുന്നത്? ഹോൾസെയിലറിന് കൊടുക്കുന്നത്. ആ ഹോൾസെയിലറിനാണ് ആർക്ക് കൊടുക്കുന്നത്? ഗവൺമെന്റിന് കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് കൊടുക്കുന്നില്ല. സോ ലയബിലിറ്റി, എന്റെ പൈസ, അതിന്റെ ബേർഡൻ എന്റെ കയ്യിൽ തന്നെ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ ഗവൺമെന്റിന് കൊടുക്കുന്നു. അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന് അല്ല കൊടുക്കുന്നത്, പകരം ഇടയിലുള്ള ആൾക്ക് കൊടുക്കുന്നു, അയാൾ കൊണ്ടുപോയി ഗവൺമെന്റിന് കൊടുക്കുന്നു. ഓക്കെ, പൈസ എന്റെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്, ബേർഡൻ എന്റെ ആണ്, കൊടുക്കുന്നതും ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട് ടാക്സ്. എന്റെ പോക്കറ്റിലെ പൈസ അല്ലെങ്കിൽ ഞാൻ അടയ്ക്കുന്ന ടാക്സ് അത് കൊടുക്കുന്നത് മറ്റൊരാളാണ് എങ്കിൽ അത് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ആയിട്ട് സെയിൽസ് ടാക്സ്, GST കൂട്ടാം. ഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ആയിട്ട് ഇൻകം ടാക്സും കൂട്ടാം. ഓക്കെ, ദ ബർഡൻ ഓഫ് പേയിങ് ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ്. മാറ്റാൻ പറ്റില്ല. എന്റെ ഇൻകത്തിന്റെ ടാക്സ് ഞാൻ തന്നെ കൊടുക്കണം. പക്ഷേ ദ ബർഡൻ ഓഫ് പേയിങ് ടാക്സ് ക്യാൻ ബി ഷിഫ്റ്റഡ്. കടക്കാരൻ പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ഹോൾസെയിലറിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് ആരാണോ ഉപഭോക്താവ് മുകളിലേക്ക് കൊടുത്താണ് ഗവൺമെന്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ദ പെയ്ഡ് എൻറ്റയർലി ബൈ ദ ഡയറക്ട്ലി ടു ദ ഗവർണർ. ഡയറക്ട് ടു ഗവൺമെന്റ് ആണ്, അതാണ് ഡയറക്ട് ടാക്സ്. പല ആൾക്കാർ വഴി ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് എത്തുന്നതാണ് ഇൻഡയറക്ട് ടാക്സ്. എൻഡ് കസ്റ്റമർ അല്ല കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി എന്റെ പോക്കറ്റിൽ നിന്ന് പോയി, പക്ഷെ കൊടുക്കുന്നത് ആരല്ല? ഞാനല്ല. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓർക്ക, ഡയറക്ട് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചറും ഇൻഡയറക്ട് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചറും ആണ്. ഇതെന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും ഇവിടെ സമയം കളയുന്നില്ല. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണ്? നോട്ട് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് അല്ലാത്തത് ഏത്? അതായത് ഇൻകം ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് അല്ലാത്തത്. ബാക്കി സെയിൽസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും നമ്മൾ നേരിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്, അല്ലാണ്ട് കുറെ ആൾക്കാർ വഴിയല്ല പോകുന്നത്. ഓക്കെ, സോ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഇനി ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി GSTയുടെ കീഴിലുള്ളതാണ്. അതിന്റെ ആദ്യത്തെ ഹെഡ് ആറാണ്. എന്താണ് ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി? GST കൊണ്ട് കുറെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മൊത്തത്തിൽ ടാക്സ് കുറഞ്ഞു, മുതൽ ഒരേപോലത്തെ ടാക്സ് ആണ്, ആ കുറെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഗുണങ്ങൾ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ഈ പ്രോഫിറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാതിരുന്നാൽ അതിന് ശിക്ഷ കിട്ടണം. അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അതോറിറ്റിയാണ് ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി. അതായത് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ദ ആന്റി പ്രോഫിറ്റേറിംഗ് റൂൾസ് അണ്ടർ GST ടു എൻഷുർ ദ ബിസിനസ്സസ് പാസ് ഓൺ ദ ബെനിഫിറ്റ് ഓഫ് റെഡ്യൂസ്ഡ് ടാക്സ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻപുട്ട് ക്രെഡിറ്റ് ടു ദ കൺസ്യൂമേഴ്സ് ത്രൂ ടു കൺസ്യൂമറേറ്റ് പ്രൈസ് റിഡക്ഷൻ. അതായത് ഈ ടാക്സ് വന്നപ്പോൾ മൊത്തത്തിൽ വിലകൾ കുറഞ്ഞു, ടാക്സ് മൊത്തത്തിൽ കുറഞ്ഞു. ഈ ടാക്സ് കുറഞ്ഞത് സാധാരണ ജനങ്ങളിലേക്ക് എത്താതിരുന്ന ആരെങ്കിലും ഇതെല്ലാം പൂഴ്ത്തി വെക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ളതാണ് ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി. ആദ്യത്തെ ചെയർമാൻ ബദ്രി നാരായൺ ശർമ്മ, BNS, ബദ്രി നാരായൺ ശർമ്മ. ഓർത്തു വയ്ക്കുക, ബദ്രി നാരായൺ ശർമ്മ. ആന്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റി ഗുഡ്സ് ആൻഡ് ടാക്സിന്റെ അടിയിൽ വന്നതാണ് 2017. ഓക്കെ, സോ ബദ്രി നാരായൺ ശർമ്മ. അടുത്തത് വൺ നാഷൻ വൺ ടാക്സ്. എന്തത്? GSTയുടെ തിയറിയാണ് വൺ നേഷൻ വൺ ടാക്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഉണ്ടായത്? നമുക്ക് എക്കണോമിയിൽ പഠിക്കാനുണ്ടായത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, പൊതുവേ കറണ്ട് അഫെയറിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. സോ നിങ്ങൾ കറണ്ട് അഫെയർ നിങ്ങൾ വീക്ക്ലി ആണല്ലോ മന്ത്ലി ആണല്ലോ ഉണ്ടാക്കി വെച്ച നോട്ടുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങളുടെ നോട്ടിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യുക.
അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, നോട്ടും കറണ്ട് അഫെയർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പൊതുവേ എക്കണോമിയിൽ ചോദ്യങ്ങൾ കുറവാണ്, എന്നാലും ഞാൻ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഓർത്തു വെച്ചേക്കുക. വളരെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തോളൂ, ചോദ്യങ്ങൾ മാത്രമേ കുറച്ചുള്ളൂ. എക്കണോമിക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. ആ സമയം കൂടി നിങ്ങൾ എവിടെ പോയി ചെലവഴിക്കുക? മാത്സിനും റീസണിങ്ങിനും ജോഗ്രഫിക്ക് കുറച്ച് സമയം ചെലവഴിക്കാം, പൊളിറ്റിക്കും ഹിസ്റ്ററിക്കും ചെലവഴിക്കാം. എക്കണോമിക്സിനും കറണ്ട് അഫെയറിനെയും നിങ്ങളുടെ സമയത്തെ ലിമിറ്റ് ചെയ്യുക. കാര്യം എന്താ? ഒരുപാട് വലിച്ചുവാരി പഠിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടതും നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നതും സയൻസും മാത്സ് റീസണിംഗ് ആണ്. ഇവർ 3 പേരുമാണ് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരാൻ പോകുന്നത്. ജനറൽ അവയർനെസ്സിലെ ഒരുപാട് വഴിതെറ്റി പോകാനുള്ള കാരണം, വലിയ സിലബസ് ആണ്, വഴിതെറ്റി പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം പിടിച്ചു നിർത്തുക. ഞാൻ ഇത്രയും സമയം എക്കണോമിക്ക് കൊടുക്കുള്ളൂ, ഞാൻ ഇത്രയും സമയം കറണ്ട് അഫെയറിന് കൊടുക്കുള്ളൂ, എന്റെ ജോഗ്രഫിക്കോ എന്റെ ഹിസ്റ്ററിക്കോ എന്റെ പൊളിറ്റിക്കോ ഞാൻ ഇത്രയും സമയം കൊടുക്കുള്ളൂ, എന്റെ 4-1 മാർക്ക് അതിനുള്ളൂ, ഞാൻ അതേ കൊടുക്കുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്സിനും റീസണിങ്ങിനും സയൻസിലും കൂടുതൽ സമയം കൊടുക്കുക. അവിടെ കൂടുതൽ സ്കോർ ചെയ്യാൻ നോക്കുക. നമുക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ള എന്താ? കട്ട് ഓഫ് കിടക്കണം, ജോലി കിട്ടണം. അതിന് എന്ത് പണിയെടുക്കാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വയസ്സായിട്ട് ചിന്തിക്കുക, എന്താ വേണ്ടത്, എങ്ങനെ സമയം ചെലവഴിച്ചാലാണ് എനിക്ക് മാർക്ക് കിട്ടുക, അത് മാത്രം ആലോചിക്കുക. അവസാന ദിവസങ്ങളിലെ റിവിഷൻ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഈ അവസാന ദിവസങ്ങളിലെ റിവിഷൻ ആണ്, ഈ ഷോർട്ട് നോട്ടുകൾ വായിക്കുമ്പോഴാണ് പരീക്ഷയ്ക്ക് പോകുന്ന വഴിക്കും കയ്യിലുള്ള ഷോർട്ട് നോട്ട് എല്ലാം വായിക്കുന്നതാണ് നിങ്ങൾ വിജയത്തിൽ എത്തിക്കാൻ പോകുന്നത്. ഉറപ്പാണ്. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.